ആക്രോശിച്ച് വരാ, എന്തായാലും നിന്നെ കൊന്നിരിക്കും ഇതന്നെയാണ് പറയുന്നത്. കാരണം അപ്പുറത്ത് വേറൊരു ഇതേപോലെ തള്ളിയിട്ട ആളുണ്ട്, പക്ഷെ അവര് ഫോക്കസ് ചെയ്യുന്നത് ബിലാലിനെ അവർക്ക് വേണ്ടുള്ളൂ. എനിക്കെതിരെ കേസ് എനിക്ക് അത്ഭുതം വെച്ചാൽ ഞാൻ ഇന്നലെ ബിലാല് അടി കിട്ടിയെന്ന് പറഞ്ഞ ഹോസ്പിറ്റലായി. അപ്പോ സ്വാഭാവികമായിട്ട് എന്നെ വിളിച്ചിട്ട് കുട്ടികൾ പറഞ്ഞു ആൺകുട്ടികളൊന്നും അങ്ങോട്ട് അടുപ്പിക്കാൻ കഴിയില്ല, കാരണം അവിടെ ഒരു ക്രൗഡ് SFIക്കാരുണ്ട്, ഒറ്റക്കാണ് അവനുള്ളത്. SFIക്കാർ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കുക, ജസ്റ്റ് കത്തിയും ഒക്കെ കൊണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്, ഭയങ്കര ഭീഷണിയാണ്, ആരെങ്കിലും പോയി നിൽക്കണം, നിങ്ങൾ പെൺകുട്ടികൾ പോയി നിൽക്കുന്നു പറഞ്ഞു. അങ്ങനെ ഞാനും എന്റെ റൂമിലെ 5-6 കുട്ടികളും എന്ത് ചെയ്ത് ഹോസ്പിറ്റലിൽ പോയി. എന്നിട്ട് അവനെ എന്താ പറയാ അവിടെ അവനെ കൂട്ടി നിന്നു. അതാണ് എനിക്കെതിരെ പറയാനുള്ള കാരണം. വെച്ചാല് ഒരു ഹോസ്പിറ്റലുണ്ടായ പരാക്രമങ്ങൾ എന്റെ വീഡിയോയിൽ എടുക്കണം, എന്നെ വരെ അടിക്കാൻ വരാ, ആക്രോശിച്ച് വരാ, എന്തായാലും നിന്നെ കൊന്നിരിക്കും ഇതന്നെയാണ് പറയുന്നത്. കാരണം അപ്പുറത്ത് വേറൊരു ഇതേപോലെ തള്ളിയിട്ട ആളുണ്ട്, പക്ഷെ അവര് ഫോക്കസ് ചെയ്യുന്നത് ബിലാലിനെ അവർക്ക് വേണ്ടുള്ളൂ. അവർ നിന്നെ കൊന്നിരിക്കും. ഞാൻ ലൈവ് ഇട്ടിരുന്നു, ഇതിന്റെ തെളിവടക്കം ഉണ്ടായിരുന്നു. കാരണം അവര് ആശുപത്രിന്റെ ചില്ല് പൊട്ടിക്കുന്ന വീഡിയോ വരെ ഞാൻ എടുത്തിരുന്നു. കാരണം അവരത്ര ആക്രോശിച്ചുണ്ടായിരുന്നു. ആംബുലൻസിൽ കയറിയിട്ട് ആക്രമിക്കുന്ന വീഡിയോ ഞാൻ ക്യാമ്പസിൽ പോയിട്ടില്ല. അടി കിട്ടിയെന്ന് അറിഞ്ഞപ്പോ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയി, ഞാനും കുറച്ച് പെൺകുട്ടികളും. ആംബുലൻസിൽ ഞാനാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്ത ഇതാണ്, ഈ ആംബുലൻസിൽ കയറി ആക്രമിക്കുന്ന വീഡിയോ. ഏത് പുറത്ത് വെച്ചിട്ടാണ്? പുറത്ത് GHന്റെ മുമ്പില് അവിടെ ഒരു സുഹൃത്തിനെ കൂട്ടാൻ വേണ്ടിട്ട് ബൈക്കിൽ പോയി അവൻ പറഞ്ഞത്. അങ്ങനെയാണ് സംഭവം. അവിടെ ആ പോകുന്ന വൈക്കാണ് അവനെന്ത് ചെയ്യുന്നത്, GHന്റെ മുമ്പിലിട്ടിട്ടാണ് കിട്ടുന്നത്. SFIക്കാരുടെ മുമ്പിൽ തന്നെ പെട്ടുപോയി. ഈ സംഘർഷം നടന്നതിന് കുറച്ച് ഏതാണ്ട് ഒരു അരമണിക്കൂർ 1:30 സമയത്താണ് നമുക്ക് കോൾ വരുന്നത്, ഇങ്ങനെ അടിച്ചു എന്ന് പറഞ്ഞിട്ട്. ആ സമയത്താണ് ഇങ്ങനെ അവൻ അതിൽ പാസ് ചെയ്യുന്ന സമയത്താണ് തടഞ്ഞു നിർത്തിയിട്ട് ബിലാലിനെ ആക്രമിക്കുന്നത്. അല്ലാതെ ബിലാൽ ആ സമയത്ത് ക്യാമ്പസിലില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. കാരണം പ്രതികളാണ് അവിടെ ഉണ്ടായ ചില കുട്ടികളുടെ ഫോൺ വിളിച്ചപ്പോ അവര് പറഞ്ഞത്. അതെ, ഇപ്പോ 4 പേര് ഫ്രട്ടേണിറ്റിക്കാർ, ഞാൻ പറയട്ടെ, 4 പേര് ഫ്രട്ടേണിറ്റിക്കാർ ഈ കേസിലുണ്ട്. ഈ 4 പേരും ആ സ്ഥലത്തോലില്ലാത്തവരാണ്. 11 പേര് KSUക്കാരാണ് അതിനകത്തുള്ളത്. ഇവരൊക്കെ ഉണ്ടോ എന്ന് നമുക്കറിയില്ല. ഇത് പോലീസാണ് കണ്ടെത്തേണ്ടത്. സത്യാവസ്ഥ അന്വേഷിക്കണം. കാരണം വളരെ ഫാബ്രിക്കേറ്റ് ചെയ്ത് തങ്ങൾക്കെതിരെ നിൽക്കുന്ന ആളുകൾക്കെതിരായിട്ടുള്ള കേസാണ്. അല്ലല്ല പറഞ്ഞല്ലോ, ഇത് തേർഡ് ഇയർ വിദ്യാർത്ഥികളും 3-ാം വർഷം അവരെ കയ്യിൽ നിന്ന് പോയതിന്റെ പ്രശ്നമാണ് ഇത്രയും ഞങ്ങൾ അനുഭവിക്കുന്നത്. KSUക്കാർക്ക് അടികൊണ്ടിട്ടുണ്ട്, ഫ്രട്ടേണിറ്റിക്കാർക്ക് അടികൊണ്ടിട്ടുണ്ട്. ന്യൂട്രൽസായി ഇഷ്ടംപോലെ കുട്ടികൾ, അവർക്ക് ചോദിക്കാനും പറയാനും ആരും. MCRV ഹോസ്റ്റൽ കേന്ദ്രീകരിച്ചുള്ള അവിടെ SFIക്ക് നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് അടികൊണ്ടിട്ടുണ്ട്. ഇങ്ങനെ എല്ലാവരും അടിക്കുന്നുണ്ട് തേർഡ് ഇയറിലെ. ഇല്ല, അവർക്കൊക്കെ വ്യാപകമായി അടികൊള്ളുകയാണ് ചെയ്യുന്നത്. KSU പ്രവർത്തകരുടെ ആരോപണ വിധേയരാണ്, അവർ അന്വേഷിക്കണം. നമ്മളിപ്പോ ബിലാലിന്റെ പേര് വന്ന പോലെ അവരുടെ പേരുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം 15-ാം തീയതി ക്യാമ്പസിനകത്ത് നടന്ന സംഘർഷത്തിൽ അതിന്റെ വീഡിയോ വിഷ്വൽസ് ഉണ്ട്, നിങ്ങൾക്ക് കാണാം. ആ വിഷ്വൽസിൽ SFI ഇറക്കിയൊരു വീഡിയോ ഉണ്ട്. SFIയുടെ യൂണിറ്റ് സെക്രട്ടറി, യൂണിയൻ ജനറൽ സെക്രട്ടറി, യൂണിറ്റ് പ്രസിഡന്റ്, ഇവർ ഓരോരുത്തർ വടിവെച്ചൊക്കെ അടിക്കുന്നത്, അവർ ആരടിക്കുന്ന വിഷ്വൽസ് ഉണ്ട്. ആ വിഷ്വൽസ് എന്റെ കയ്യിലുണ്ട്, ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. അതിൽ പറയുന്നില്ല. അപ്പൊ അതിലൊക്കെ അടികൊള്ളുന്ന KSUവിനാണ്. KSUവിന്റെ 3rd DC റെപ്രസെന്റേറ്റീവിന് അടികൊള്ളുന്നുണ്ട്, വേറൊരു പ്രവർത്തനം അടികൊള്ളുന്നുണ്ട്. അതെ, അപ്പൊ അതിലും KSUകാർക്ക് അടികൊള്ളുന്നുണ്ട്. കൊടുത്തിട്ടുണ്ട്, പോലീസ് മൊഴിയെടുത്തിട്ടുണ്ട്. ഇന്ന് രാവിലെ ബിലാലിനെ കടവന്ത്ര രാജീവ് ഗാന്ധി മറ്റേ ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൽ നിന്ന് പോലീസ് മൊഴിയെടുത്തിട്ടുണ്ട്. ഇവിടെ അതെ, ബിലാൽ കൃത്യമായി പേരുകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അറിയുന്നവർ ഇപ്പോ അറിയാത്ത കുറച്ച് പേരുകളുണ്ട്, പക്ഷെ അറിയുന്നവരൊക്കെ എന്റെ കയ്യിലുണ്ട്. ഇത് അത് എനിക്ക് ഓർമ്മയില്ല. എനിക്ക് മുഖം കണ്ടാലും എനിക്ക് തിരിയും. ബിക്കോസ് ആരുടെങ്കിലും പറഞ്ഞു ചോദിച്ചാൽ കിട്ടും. അത് അധ്യാപകന്റെ അറബിക് ഡിപ്പാർട്ട്മെന്റിലെ പ്രശ്നമാണ്. അവര് സെക്കൻഡ് ഇയറിലാണ്, നമ്മളിപ്പോ 3rd ഇയേഴ്സ് സെക്കൻഡ് ഇയർ എത്തിയപ്പോഴാണ് അറബിക് ഡിപ്പാർട്ട്മെന്റ് അധ്യാപകൻ വരുന്നത്. പക്ഷെ ഇദ്ദേഹം ഭയങ്കര പാർട്ടി കണ്ണോടുകൂടി കുട്ടികളെ കാണുക. ബിക്കോസ് ഒരു SFIയുടെ പാർട്ടി പരിപാടിക്ക്, യൂണിയൻ പരിപാടിക്ക് പോയവർക്ക് അറ്റൻഡൻസ് കൊടുക്കുക, എന്നാൽ മറ്റു പാർട്ടിക്കാർ പോകുമ്പോൾ കൊടുക്കാതിരിക്കുക. ആ കുട്ടി ഒരു മീഡിയയോട് തുറന്നു പറഞ്ഞ കാര്യം, ഇത് ഞാൻ വെറുതെ പറയുന്നില്ല, ആ കുട്ടി തുറന്നു പറഞ്ഞിട്ടുണ്ട്. പുറത്ത് വന്ന് ആ കുട്ടി പറഞ്ഞിട്ടുണ്ട്, ആ കുട്ടിയുടെ വർഗീയവാദി, തീവ്രവാദി എന്നൊക്കെ ക്ലാസ്സിലെ കുട്ടികളുടെ മുമ്പിൽ നിന്ന് വിളിക്കുക. പിന്നെ അങ്ങനത്തെ ഭയങ്കര പൊളിറ്റിക്കൽ കണ്ണുകൊണ്ട് കുട്ടികളെ കാണുക. ഇത് ഈ സാറിന്റെ ഒരു ഹോബിയായിരുന്നു. അപ്പോൾ ഈ സാർ എന്ത് ചെയ്തു വെച്ചാൽ ബിലാലിനെ ഡിപ്പാർട്ട്മെന്റിൽ കയറിയിട്ട് തല്ലുന്നത് ഒരു കൂട്ട SFIക്കാര്. അപ്പൊ അന്ന് 15-ാം തീയതി തല്ലില്, അന്ന്
അറബിക് ഡിപ്പാർട്ട്മെന്റ് മുഴുവൻ കുട്ടികളും പാർട്ടി ബേസ് അല്ല, മുഴുവൻ കുട്ടികൾ ഇതിനെ ചോദ്യം ചെയ്തു. കാരണം ഡിപ്പാർട്ട്മെന്റ് അധ്യാപകർന്ന് എന്തോ അവർക്കൊരു ആരോപണമാണ് അത്, ഞാൻ അതിന് പറയുന്നില്ല. പക്ഷെ അവർ ആരോപിച്ചു ഈ സാറിന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു അടിക്ക്. അങ്ങനെ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ അറബിക് കുട്ടികൾ ഭയങ്കരമായിട്ട് ചോദ്യം ചെയ്തു. അന്ന് ഈ സാറ് രാത്രി പെൺകുട്ടികളെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞ് റെക്കോർഡ് എടുക്കുന്നുണ്ട്, നിനക്ക് സസ്പെൻഷൻ തരും, നീ എന്റെ പാർട്ടിനെ പറഞ്ഞ ആരാ, നിനക്ക് സസ്പെൻഷൻ തരും, മറ്റേ തരും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു കുട്ടിയെ നീ അങ്ങനെ വളരെ മോശമായിട്ടൊക്കെ സംസാരിക്കുന്നു. അതിന്റെ റെക്കോർഡ് എടുക്കുന്നുണ്ട്. അത് പിറ്റേ ദിവസം സംസാരിക്കാൻ പോയൊരു കുട്ടിയുണ്ട് അറബിക് ഡിപ്പാർട്ട്മെന്റിലെ. ഒന്നാമത് ബിലാലിന്റെ കേസിൽ എന്തിന് ഗേറ്റ് തുറന്നു കൊടുത്തു, SFIക്ക് അടിക്കാൻ വേണ്ടി അവസരം ഒരുക്കി കൊടുത്തു. പിന്നെ ഈ പെൺകുട്ടികൾ എന്തിനു ഫോൺ വിളിച്ചു എന്ന രീതിയിൽ അറബിക്കിൽ തേടിയ വിദ്യാർത്ഥി സ്റ്റാഫ് റൂമിൽ സംസാരിക്കാൻ പോയത്. സംസാരിച്ചു, അവിടെ മാന്യമായിട്ട് വളരെ ഒരു പ്രകോപനം ഉണ്ടായിട്ടില്ല. സംസാരിച്ചു കഴിഞ്ഞ് പോയി. പിന്നെയുണ്ട് സാറ് പോസ്റ്റർ ഇറങ്ങുന്നു SFIയുടെ, സാറിനെ തല്ലി. ആ തല്ലി ഫസ്റ്റ് പോസ്റ്റർ തല്ലി, പിന്നെ വരുന്നു കുത്തി, പിന്നെ പറഞ്ഞ കത്തിയുണ്ട്. ഞാൻ ഓരോ പോസ്റ്റർ ഇങ്ങനെ എഡിറ്റ് ചെയ്ത് പുതിയ പോസ്റ്റർ. പിന്നെ അവർക്ക് മനസ്സിലായി ഈ പറഞ്ഞ പ്രസ്തുത വിദ്യാർത്ഥി ഫ്രട്ടൻഡിക്കാരനല്ല എന്ന് മനസ്സിലായപ്പോ എന്ത് ചെയ്ത്, അവിടെ ക്ലാസ്സിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന അലി എന്നൊരു ഫ്രട്ടൻഡിക്കാരനെ കൂടി ഉൾപ്പെടുത്തിയിട്ട് അടുത്ത പോസ്റ്റർ ഇറക്കാണ്. ഇപ്പൊ ഇത് വളരെ ഒരു ഡ്രാമയാണ് ഇറങ്ങിയത്. അത് അന്ന് വിദ്യാർത്ഥികൾ പൊളിച്ച് കൈമ കൊടുത്തു. നമ്മളുടെ ഡിബേറ്റ് ഗ്രൂപ്പിലായിക്കോട്ടെ വിദ്യാർത്ഥികൾ അതിനെ നന്നായി ചോദ്യം ചെയ്യുകയും അതിനെ പിള്ളേർക്ക് മനസ്സിലായി സാർ വളരെ കള്ളക്കേസാണ് കൊടുത്തിട്ടുള്ളതെന്ന് കുട്ടികൾക്ക് മനസ്സിലായി. സാറിനെതിരെ 10 പെൺകുട്ടികൾ ഒപ്പിട്ടിട്ട് ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതിയുടെ കോപ്പി ഉണ്ട്. ഇതിപ്പോ ഞാൻ പറഞ്ഞ കേസാണ്. ഫോൺ വിളിച്ച് അധിക്ഷേപിക്കുക, ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തുക, പരാതി പ്രിൻസിപ്പാളിന് വൈസ് പ്രിൻസിപ്പൾ അപ്പൊ ഉണ്ടായിരുന്നു കൊടുത്തത്. വൈസ് പ്രിൻസിപ്പളിന് പരാതി കൊടുത്തിട്ടുണ്ട്. 10 പെൺകുട്ടികൾ. അത് അറബി ഡിപ്പാർട്ട്മെന്റ്, അത് പാർട്ടിയൊന്നുമില്ല, എല്ലാ കുട്ടികളും ഉണ്ട് അതിനകത്ത്.